തിരുസഭ 87. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുലിഖിതമാണ്. നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്നലെ മെയ് മാസം 25-ാം തീയതി തിരുസഭ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചു. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ദിവസം ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയിലുള്ള വൈദികർ അഭിവന്യ ശ്രാമ്പിക്കൽ പിതാവിനോട് ചേർന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച്, അതോടൊപ്പം തന്നെ അതിനുശേഷം വൈദികരുടെ മീറ്റിംഗ് പിതാവ് വിളിച്ചിരുന്നു. അങ്ങനെ പിതാവിൻ്റെ മീറ്റിംഗൊക്കെ ആയി വളരെ അനുഗ്രഹത്തോടു കൂടി ചിലവഴിച്ച ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഈ ദിവസം അഭിവന്യ പിതാവിനോട് ചേർന്ന് ബലിയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അച്ഛന്മാരെല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കുവാനായി പോയ സമയത്ത് ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛൻ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഇപ്രകാരം ചോദിച്ചു, അച്ഛൻ ഭക്ഷണമൊന്നും കഴിക്കാൻ പോകുന്നില്ലേ? അപ്പം അച്ഛൻ പറഞ്ഞത് വലിയൊരു ജ്ഞാനം എന്നെ ഒത്തിരി സ്പർശിച്ചു. അച്ഛൻ പറഞ്ഞ ഇപ്രകാരമാണ്: ഇന്ന് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് അച്ഛൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കുകയാണ്, ഭക്ഷണം ഉപേക്ഷിക്കാതെ. അച്ഛൻ കാരണം പറഞ്ഞത് ഇപ്രകാരമാണ്: നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് നമ്മളെ രക്ഷിക്കുവാനായി കടന്നു വന്ന് ഈ ലോകത്തിൽ വന്ന് പിറന്ന് പരസ്യ ജീവിതത്തിലൂടെ നമ്മളെ വചനം പഠിപ്പിച്ച് നമുക്ക് വേണ്ടി മരിച്ച് പാടുപീടുകൾ സഹിച്ച് ഉത്ഥാനം ചെയ്ത് കർത്താവ് സ്വർഗത്തിലേക്ക് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയ ഈ ദിവസം രക്ഷാകര കർമ്മം തന്നെ പിതാവായ ദൈവം ഏൽപ്പിച്ച രക്ഷാകര കർമ്മം പൂർത്തിയാക്കിക്കൊണ്ട് സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക് ഈശോ കടന്നു ചെല്ലുന്ന ഈ നിമിഷം ദൈവപിതാവിൻ്റെ ഹൃദയത്തിന് എത്രമാത്രം സന്തോഷം നൽകുന്ന നിമിഷമാണ്. ഇനി അവിടുന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് തന്നെ ഏൽപ്പിച്ച് ഈ രക്ഷാകര കർമ്മം പൂർത്തിയാക്കി തിരിച്ചു ചെല്ലുന്നതിന് ശേഷമുള്ള വരുന്ന ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈശോ പിതാവിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്ന് ഈ ലോകത്തുള്ള നമ്മളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പിതാവിനോട് പറയുകയും നമ്മൾക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ സന്നിധിയിൽ ഈശോ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ. അതുകൊണ്ട് ഈ സ്വർഗാരോഹണ തിരുനാൾ ദിവസം മുതലുള്ള ഒരു 3 ദിവസത്തേക്ക് ഉപവസിച്ച് യേശു ക്രിസ്തുവിനോട് ചേർന്ന് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചു ജീവിക്കുവാൻ അച്ഛൻ തീരുമാനിക്കുകയാണ്. ഇത് അച്ഛൻ്റെ വ്യക്തിപരമായ ഒരു പേഴ്സണൽ ഡിവോഷൻ ആയിരിക്കാം, എങ്കിലും അന്നച്ചൻ പറഞ്ഞതിന് വലിയൊരു ജ്ഞാനം ഞാൻ കണ്ടു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദിവസങ്ങൾ സ്വർഗാരോഹണ തിരുനാളിലൊക്കെ കടന്നു പോകുമ്പോൾ പലപ്പോഴും അതിനുള്ള ആത്മീയ അർത്ഥം ഗ്രഹിക്കാതെ ഒരു ചടങ്ങായി ഇതുപോലെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ മാറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇന്നും നമ്മൾ ഈ വചനം ശ്രവിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വർഗാരോഹണം ഇന്നലെ നമ്മൾ ആഘോഷിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നമ്മുടെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും പദ്ധതികളും ദൈവസന്നിധിയിൽ പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി ദൈവപിതാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് ഓർത്ത് നമുക്ക് പൂർണ്ണമായി യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് അവിടത്തോട് ചേർന്നിരിക്കാം. ഈ സ്വർഗാരോഹണ തിരുനാൾ ദിവസത്തെ നമ്മൾ സ്മരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു ചിന്ത വിശുദ്ധ അഗസ്തീനോസ് പങ്കുവച്ചൊരു ചിന്തയാണ്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ ഇപ്രകാരം പറയുകയുണ്ടായി: കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക് കടന്നു പോയി എങ്കിലും
അവിടുന്ന് ഈ ലോകത്തിൽ അവിടുന്ന് നമ്മുടെ ഓരോരുത്തരുടെയും സഹനങ്ങളിൽ കർത്താവ് ഇപ്പോഴും പങ്കാളിയായി പങ്കുചേരുന്നുണ്ട് എന്ന് വിശുദ്ധാഗസ്തീനോസ് പഠിപ്പിക്കുക. അത് അദ്ദേഹം ഉദാഹരണം പറഞ്ഞ പ്രകാരമാണ്. അതുകൊണ്ടാണ് ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ സാവൂളിനെ കർത്താവ് നേരിട്ട് വിളിച്ച്, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. അതായത് കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമാണ് സാവൂളിന് ഈ അനുഭവം ഉണ്ടാകുന്നത്. സാവൂൾ ചെയ്തെന്താണ്? കർത്താവിൽ വിശ്വസിക്കുന്ന മക്കളെ പീഡിപ്പിച്ചു. അതുകൊണ്ട് കർത്താവ് സാവൂളിനെ വിളിച്ച് പറയുക, നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നുവെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ അഗസ്തീനോസ് പങ്കുവയ്ക്കുന്ന വലിയൊരു ജ്ഞാനമാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തുവെങ്കിലും ഈ ലോകത്ത് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് അവിടത്തേക്ക് തന്നെയാണ് ചെയ്യുന്നതെന്നും, ആ മക്കളെ വേദനിപ്പിച്ചാൽ യേശുക്രിസ്തു വേദനിക്കുന്നുണ്ടെന്നും വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു തരിക. പ്രിയമുള്ള സഹോദരങ്ങളെ, അതോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തു സ്വന്തം ജീവൻ നൽകി രക്ഷിച്ച് നമ്മൾ ഓരോരുത്തരും വേദനിക്കുമ്പോൾ, അവിടുന്ന് തന്നെ വേദനിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ അത് അവിടുത്തെയും വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമുക്കുണ്ടാകുന്ന ദുഃഖം യേശുക്രിസ്തുവിൻ്റെ ദുഃഖമായി അവിടുന്ന് ഏറ്റെടുക്കുന്നു. നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ ഈശോയും ആ സഹനത്തിൽ പങ്കുചേരുന്നു. എങ്കിൽ നമ്മൾ യേശുക്രിസ്തു നേടുന്ന രക്ഷയെ അവഗണിച്ചുകൊണ്ട് പാപം ചെയ്യുമ്പോൾ യേശുക്രിസ്തു എത്രമാത്രം വേദനിക്കുന്നുവെന്ന് കൂടി ഈ സ്വർഗാരോഹണ തിരുനാൾ ദിവസം നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സ്വർഗാരോഹണ തിരുനാളിൽ കർത്താവ് ദൈവപിതാവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിയാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ടാണല്ലോ ഈ ദൈവപിതാവിൻ്റെ അടുത്തേക്ക് കടന്നു പോവുക. ഈ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ട് പാപത്തെയും പാപ സാഹചര്യങ്ങളും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ഈശോയെ അങ്ങേ സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ഹിതം മാത്രം നിറവേറ്റിക്കൊണ്ട് ജീവിത അവസാനം വരെ ജീവിക്കുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ച് നേടിയെടുക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.